നമുക്കൊരു പ്ലെയിൻ വേവ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലെയിൻ വേവിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്ത് ഇക്വേഷൻ വെച്ചിട്ടാണ്? ക്ലെയിൻ കോർഡിൻ ഈക്വേഷൻ വെച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലെയിൻ കോർഡിൻ ഈക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഓഫ് 1 divided by c square dou square divided by dou t square psi of r comma t m square c square divided by h cut square e raised to I kr minus omega t ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷൻ. നമ്മളുടെ തന്നിരിക്കുന്ന പ്ലെയിൻ വേവിൻ്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് ഇവനാണ്. അപ്പോൾ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇപ്പോൾ ആരാണ്? ഇവനാണ്. അപ്പോൾ നമ്മൾ ഇവനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനിൽ നോക്കൂ. ഡെൽ സ്ക്വയർ ഇ റൈസ് ടു ഐ കെ ആറിൻ്റെ ടേംസിലാണ് ഇവിടെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇ റൈസ് ടു ഐ കെ ആർ 2 തവണ നമുക്ക് ചെയ്യണം. ഇ റൈസ് ടു ഐ കെ ആറിനെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് കിട്ടാം? ആറിൻ്റെ കോഎഫിഷ്യൻറ്റ് ഐയും കെയും ആണ് കിട്ടാം. അപ്പോൾ ഐ കെ ഒരു തവണ വരും, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു തവണ കൂടെ ഐ കെയും വരും, പിന്നെ ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ നമ്മൾ ഇവനെ ടൈമിലാണ് ചെയ്യണത്. അപ്പോൾ ഇവൻ ഇതുപോലെ തന്നെ നിൽക്കാം. ഈ റൈസ് ടു ഐ കെ ആർ മൈനസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എന്താ വരിക? ടീൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ? ഐയും മൈനസ് ഒമേഗ. അപ്പോൾ മൈനസ് ഓഫ് ഐ ഒമേഗ ഒരു തവണ വരും, വീണ്ടും ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ഐ ഒമേഗ വരും. ഇങ്ങനെ നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ വേവ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതണം. അപ്പോൾ ഐയും കിട്ടുമ്പോൾ എന്തായിരിക്കും? ഐ സ്ക്വയർ മൈനസ് ഓഫ് കെ സ്ക്വയർ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് ഒമേഗ ടി പ്ലസ് ഇവിടെ നെഗറ്റീവും പോസിറ്റീവായി. ഐ സ്ക്വയർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കണം. ആ നെഗറ്റീവും ഇവനും കൂടുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ഓഫ് 1/c സ്ക്വയർ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് ഒമേഗ ടി. ഇവൻ അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി എച്ച് കട്ട് സ്ക്വയർ സി സ്ക്വയർ ആണ് നമ്മൾ ത്രൂ ഔട്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടി. ഇനി ഇവനെ നമ്മൾ ഇ റൈസ് ടു ഐ കെ ആർ മൈനസ് ഒമേഗ ടീൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവനെ എടുത്തു നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി ഇവനെ നമ്മൾക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എച്ച് കട്ട് സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും? ഇവൻ പോസിറ്റീവ് ആയിരിക്കും. എച്ച് കട്ട് സ്ക്വയർ കെ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ഇവൻ ഇതുപോലെ തന്നെ എം സ്ക്വയർ സി റൈസ് ടു 4 ഇവനെ നമുക്ക് കിട്ടി. ഇവനാണ് നമ്മളുടെ എന്തെന്ന് പറയണത്? എച്ച് കട്ട് നമ്മൾ പറയില്ലേ ഇ സ്ക്വയർ പി സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി സ്ക്വയർ റൈസ് ടു 4 സി സ്ക്വയർ, അതായത് സി റൈസ് ടു 4. അതായത് ഈ ടേം എന്ന് പറയണത് എന്തിൻ്റെയോട് ഈക്വലൻ്റ് ആണ്? അതായത് എച്ച് കട്ട് ഒമേഗ എന്ന് പറയുന്നത് എനർജിയുടെ ഓപ്പറേറ്ററാണ്. എനർജി ഐഗൺ വാല്യൂ ആണ്. ഈ എനർജി ഐഗൺ വാല്യൂക്ക് 2 തരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഇവിടെ കാണുന്ന എച്ച് കട്ട് ഒമേഗ എന്ന് പറയണം ആ ടേം. എച്ച് കട്ട് ഒമേഗ എന്ന് പറയുന്നത് എനർജി ഐഗൺ വാല്യൂ ആണ്. എച്ച് കട്ട് കെ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? മൊമെൻറ്റം ഐഗൺ വാല്യൂ ആണ്. പറഞ്ഞ ഡീറ്റെയിൽ